നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മോശമല്ലാത്തൊരു യൂറോപ്യൻ ടീമിനോട് മുട്ടിയാൽ എങ്ങനെയിരിക്കുമെന്ന് അൽ നസർ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫ്രണ്ട്ലി മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് FC പോർട്ടോ അൽ നസറിനെ തകർത്ത് തരിപ്പണമാക്കി വിട്ടിരിക്കുകയാണ്. FC പോർട്ടോക്ക് വേണ്ടി നിക്കോ ഗോൺസാലസ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഇവാൻ ജെയ്മിയും അതുപോലെ ബോർഗസും ഓരോ ഗോളുകളും കണ്ടെത്തി. അങ്ങനെ 4-0 തോൽവിയാണ് അൽ നസർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ശരിയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചിട്ടില്ല, അദ്ദേഹം ടീം ക്യാമ്പിനോടൊപ്പം ചേർന്നിട്ടില്ല. അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ചേരുമെന്നാണ് റിപ്പോർട്ട്. പക്ഷെ മറ്റ് പ്രധാന താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടലിസ്ക, ഒറ്റാവിയോ, സാദിയോ മാനെ, അലക്സ് ടെല്ലസ്, അങ്ങനെ മറ്റ് ബ്രസോവിച്ച്, മറ്റ് പ്രധാനപ്പെട്ട വിദേശ താരങ്ങളൊക്കെ കളിച്ച മത്സരമാണ് ഏകപക്ഷീയമായ 4 ഗോളിന് പൊട്ടിയത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അൽ നസറിനെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടലിസ്കയും മാനയും ഒറ്റാവിയയും അൽ നജിയുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കളിയുടെ തുടക്കത്തിൽ തന്നെ പോർട്ടോ ലീഡ് എടുക്കുന്ന കാഴ്ച. 18ാമത്തെ മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് അവരെ മുന്നിലെത്തിച്ചു. 21ാമത്തെ മിനിറ്റിൽ ഇവാൻ ജെയ്മിയുടെ ഗോൾ പിറന്നു. 31ാമത്തെ മിനിറ്റിൽ നിക്കോ ഗോൺസാലസ് തന്റെ ബ്രേസ് പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെ ബോർജസ് പെനാൽറ്റിയിലൂടെ അവരുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അങ്ങനെ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തോൽവിയാണ് ഇപ്പോൾ അൽ നസർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഏതായാലും അൽ നസറിന്റെ പോർച്ചുഗലിലെ ആ ഒരു ഫ്രണ്ട്ലി മത്സരങ്ങളും മറ്റുമൊക്കെ തുടരുകയാണ്. അത് കഴിഞ്ഞാൽ അവർ സ്പെയിനിലേക്ക് നീങ്ങും. സ്പെയിനിൽ മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അവൈലബിൾ ആവും എന്നാണ് ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് കൊണ്ടുവരാം.